സിനിമാ മേഖലയിലെ അതിക്രമത്തിൽ പരാതി നൽകാൻ കമ്മിറ്റിയെ നിയമിച്ച് നടിഗർ സംഘം. നടി രോഹിണി അധ്യക്ഷയാണ് കമ്മിറ്റിയെ തമിഴ്നാട്ടിൽ അവിടുത്തെ സംഘടന നിയോഗിച്ചിരിക്കുന്നത്. പരാതികളുമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് നടി രോഹിണി ആവശ്യപ്പെടുന്നു. அப்போ எங்களுக்கு ஒரு புகார் கொடுக்கறதுக்கு ஒரு நம்பரையும் அனுப்ப போறோம். அதே மாதிரி இமெயில் ஐடியும் உருவாக்கி இருக்கோம். இது இந்த நம்ம சங்கத்தில் இருக்கிற உறுப்பினர்களுக்கு எல்லாருக்குமே அனுப்பப்படும். மிக முக்கியமாக பெண் உறுப்பினர்களுக்கு அனுப்பப்படும். உடனடியாக நீங்க இந்த நம்பருக்கு தெரிவிச்சீங்கன்னா அதை எடுத்துக்கிட்டு ஃபர்ஸ்ட் உங்களுக்கு உதவுறதுக்கு நாங்க இருக்கோம் அப்படின்றது தெரிவிச்சுக்கிறோம். കെ.ബി. ശ്രീധരൻ ചേർന്നുണ്ട്. ശ്രീധരൻ, ഇവിടുത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ഇന്ത്യൻ സിനിമയിലാകെ സിനിമയ്ക്ക് പുറത്തും ചർച്ചയായ ഒന്നാണ്. ഇവിടുത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് നിയമപരമായി ഒന്നും സംഭവിച്ചില്ല. അതാണ് യാഥാർത്ഥ്യം. കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പലരും പല വെളിപ്പെടുത്തലുകൾ നടത്തിയതിലാണ് ഇപ്പോൾ കേസ്. കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും കോൾഡ് സ്റ്റോറേജ് ഇരിക്കുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിലും അതിൻ്റെ അലയൊലി എങ്ങനെയാണ് മറ്റിടങ്ങളിൽ പ്രതിഫലിക്കുന്നത് തമിഴ്നാട്ടിൽ? രതീഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലയൊലികൾ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയിലാവട്ടെ, തെലുങ്കിലാവട്ടെ, അതുപോലെ തന്നെ തമിഴ് സിനിമയിലാവട്ടെ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു കൂടുതൽ മുന്നോട്ടുള്ള ഒരു പോക്ക് തന്നെയാണ് തമിഴ് സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ 2019 മുതൽ തന്നെ ഈ ആഭ്യന്തര പരിഹാര സമിതി നടികർ സംഘത്തിന്, താരസംഘടനയായിട്ടുള്ള നടികർ സംഘത്തിന് ഉള്ളിലുണ്ട്. പക്ഷെ അത് കാര്യമായിട്ട് പ്രവർത്തിച്ചിരുന്നില്ല, നിർജ്ജീവമായിരുന്നു അതിന്റെ പ്രവർത്തനം. കഴിഞ്ഞ ആഴ്ച നടന്ന നടികർ സംഘത്തിന്റെ യോഗത്തിലാണ് ഇതിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാനുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടായത്. ഏതായാലും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടി രോഹിണി അധ്യക്ഷയായിട്ട് ഈ കമ്മിറ്റി കൂടുതൽ പ്രവർത്തനം ആരംഭിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഈ അതിക്രമം നേരിട്ട ആളുകൾക്ക് അത് കമ്മിറ്റിയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ആരോപണം തെളിഞ്ഞാൽ അവർക്ക് ഈ ആരോപണ വിധേയർക്ക് 5 വർഷം സിനിമയിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്താനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇരയാക്കപ്പെട്ട ആളുകൾക്ക് നിയമസഹായം ഉൾപ്പെടെ ഉറപ്പു നൽകുന്നതിന് വേണ്ടി നടികർ സംഘം തന്നെ മുന്നോട്ട് നിൽക്കുമെന്നും അതിന്റെ ഭാരവാഹികൾ നടൻ വിശാലാവട്ടെ, നാസറാവട്ടെ, രോഹിണിയാവട്ടെ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു മുന്നോട്ട് പോക്ക് തമിഴ് സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറയരുത്, പകരം ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ വന്ന് പറയണം. അതിനുവേണ്ട എല്ലാ പിന്തുണയും ഈ കമ്മിറ്റി നൽകും എന്നുകൂടി രോഹിണി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ശരി, കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.